രണ്ട് ഇന്ത്യക്കാർക്ക് കൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. വളരെ ആശങ്കാജനകമായ ഒരു റിപ്പോർട്ടാണ്. എങ്കിൽ കൂടി ഇന്ത്യയിലല്ല ഈ ഒരു കാര്യം നടക്കുന്നത്, ജപ്പാനിലാണ്. ജപ്പാനിൽ ഡയമണ്ട് പ്രിൻസ് എന്ന കപ്പലിലാണ് രണ്ട് ഇന്ത്യക്കാർക്ക് കൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടെ 5 പേർ കൊറോണ വൈറസ് ബാധ മൂലം ഡയമണ്ട് പ്രിൻസ് കപ്പലിൽ ഇന്ത്യക്കാരായി ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും അപകടകരമായ വസ്തുത എന്ന് പറഞ്ഞാൽ ചൈനയിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. അത് കഴിഞ്ഞാൽ ഡയമണ്ട് പ്രിൻസ് എന്ന ഒരൊറ്റ കപ്പലിനകത്താണ് ഏറ്റവും കൂടുതൽ, രണ്ടാം സ്ഥാനത്താണ് ഡയമണ്ട് പ്രിൻസ് കപ്പൽ. ഏറ്റവും കൂടുതൽ പേർ കൊറോണ ബാധിച്ച ആ ഒരു പട്ടികയിൽ രണ്ടാമത്തെ സ്ഥലമാണ് ഡയമണ്ട് പ്രിൻസ് കപ്പൽ എന്നുള്ളത്. വളരെ ആശങ്കാജനകമായ റിപ്പോർട്ട് തന്നെയാണ്. അതെങ്കിൽ കൂടി 5 ഇന്ത്യക്കാർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 5 പേർക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു എന്നുള്ളത് ഏറെ സങ്കടകരമായ ഒരു വസ്തുതയായി രാജ്യം കേട്ടറിയുന്നു. ഇതോടെ കപ്പലിൽ കൊറോണ ബാധിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 5 എന്ന് അധികൃതരും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. രോഗം സ്ഥിരീകരിച്ച എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് ഇന്ത്യൻ എംബസി ആശ്വാസത്തോടെ അറിയിക്കുന്നുണ്ട്. എങ്കിൽ കൂടി വളരെ ആശങ്കയാണ് അവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ച്. കൊറോണ ഭീതിയിൽ ഈ മാസം തുടക്കത്തിൽ ജപ്പാൻ തീരത്തടുപ്പിച്ച ഡയമണ്ട് പ്രിൻസ് കപ്പലിൽ ആകെ 3711 യാത്രക്കാരാണുള്ളത്. ഇതിൽ 138 പേർക്ക്, അത് ഇന്ത്യക്കാർക്ക് കൊറോണ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഞായറാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം കപ്പലിലെ 5 ഇന്ത്യക്കാരടക്കം 355 പേർക്കാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. കൂടുതൽ പരിശോധനകൾ ജാപ്പനീസ് ആരോഗ്യ വകുപ്പ് നടത്തി വരുന്നുണ്ട്. അതേസമയം തന്നെ ഡൽഹിയിലെ ക്യാമ്പിൽ കഴിയുന്ന ചൈനയിൽ നിന്നെത്തിയ എല്ലാവരെയും ഘട്ടം ഘട്ടമായി വീടുകളിലേക്ക് അയക്കാനും തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. 406 പേർ അടങ്ങിയ സംഘത്തിൽ എല്ലാവരുടെയും പരിശോധനാ ഫലം നെഗറ്റീവായതോടുകൂടിയാണ് നിരീക്ഷണത്തിലുള്ളവരെ വീടുകളിലേക്ക് പറഞ്ഞയച്ചു തുടങ്ങിയിരിക്കുന്നത്. കാസർഗോഡ് വൈറസ് ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന വിദ്യാർത്ഥിയെയും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. കൊറോണ സ്ഥിരീകരിച്ച ഒരാൾ മാത്രമാണ് നിലവിൽ കേരളത്തിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതേസമയം ഏഷ്യയ്ക്ക് പുറത്ത് 2 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കാരണം ഏഷ്യ പുറത്തുള്ള രാജ്യങ്ങൾ ഏഷ്യയിലുള്ളവരെ വലിയ വേർതിരിവോട് കാണുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതിനിടയ്ക്കാണ് 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അത് ആദ്യത്തെ മരണം ഫ്രാൻസിലാണ് സ്ഥിരീകരിച്ചത്. വൈറസ് ബാധയേറ്റ ചൈനീസ് ടൂറിസ്റ്റായ 80-കാരനാണ് മരിച്ചതായി ഫ്രഞ്ച് ആരോഗ്യമന്ത്രി ആഗ്നസ് ബൂസിൻ അറിയിച്ചത്. ഏഷ്യയ്ക്ക് പുറത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യ കൊറോണ മരണം കൂടിയായിരുന്നു അത്. ജനുവരി അവസാനം മുതൽ പാരീസിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു 80-കാരൻ. എന്നാൽ വെള്ളിയാഴ്ചയോടെയാണ് ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വഷളായി എന്നത് വ്യക്തമാക്കപ്പെട്ടത്. വൈറസ് സ്ഥിരീകരിച്ച 6 പേർ കൂടി ഇപ്പോൾ ഫ്രാൻസിൽ ചികിത്സയിലുണ്ട് എന്നുള്ളതും ഏറെ ആശങ്കാജനകമായ ഒരു കാര്യമാണ്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വൈറസിൻ്റെ പ്രഭവ കേന്ദ്രമായ ചൈനയ്ക്ക് പുറമെ ഫിലിപ്പീൻസ്, ഹോങ്കോങ്, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലാണ് ഇതുവരെയും മരണം കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കണക്കുകൾ പ്രകാരം ചൈനയിൽ മാത്രം ഇതുവരെ 1523 പേർ മരണപ്പെട്ടു. 66,492 പേർക്ക് ചൈനയിൽ വൈറസ് ബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഫിലിപ്പീൻസ്, ഹോങ്കോങ്, ജപ്പാൻ എന്നിവിടങ്ങളിൽ ഓരോരുത്തർ വീതവും മരണപ്പെടുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.